മമ്മാക്ക അല്ല അവിടേക്ക് എത്ര തിരക്കില് ആ മൻസൂറേ പൈസ കഴിച്ചിട്ടിയോ? കുന്തത്തെ കുത്തി കളിക്കാതെ ആ നാക്കാലാണ് കഴിച്ചിട്ടാണ് നോക്ക്. നിങ്ങൾക്ക് എന്നോട് കുറച്ച് മായത്തിൽ സംസാരിച്ചൂടെ? ഇന്ത്യക്കെ കമ്പനിക്കാരെ വാപ്പാര് കുറൊക്കെ ചെങ്ങായിമാരെ പോലെയാണ്. ഒന്നാണ്ട് അമർത്തി കൊച്ചുപൊളിയായേ അണ്ണനൊന്നും പറ്റൂല. ഇങ്ങനെ ചുരുണ്ടേ കിടന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. എന്തിനാപ്പാ വരവ്? പിരിവിനാണെങ്കിലേ വല്ലാതെ പറമ്പ് പാച്ചേര്. അതെനിക്കല്ലേ നിക്കാവ്. ആ ഞാനവിടെ ഉണ്ടാവും. വാലേക്കും അസ്സലാം. ഇരിക്ക്. എന്താ ഈ ബൈക്കൊക്കെ? ഞാനിങ്ങനെ ചെറിയൊരു ആവശ്യത്തിന് വന്നാ. എന്താപ്പത്? മോളെ കല്യാണം ഉണ്ടായിനി, അപ്പൊ അതിനൊരു സഹായം കിട്ടാൻ വേണ്ടി വന്നാണ് ഞാൻ. ശരി, എന്നോടിപ്പം പറയാലോ. ആ ഭയങ്കര തിടുക്കത്തില. എത്താച്ചാല് തേങ്ങക്കൊന്നും വരില്ല. തെങ്ങുമലാണെങ്കിലോ ഒരു കുരുന്ന് ഈ പാണ്ടാറ് കൊരങ്ങന്മാര് വെക്കണില്ല. ഒക്കെ കൊയിച്ചടിക്കുക. അനക്കിപ്പോ ചായ ഒന്നും വേണ്ടാലോ? വേണ്ട, ഇത് പള്ളി കമ്മിറ്റിന്റെ തന്ന. അതൊക്കെ അവിടെ വെച്ചോ. ഈ കമ്മിറ്റി അങ്ങനെ കുറെ പുറത്തയക്കും. ആചാരെ എല്ലാവരുടെ അടുത്തൊന്നും പോണില്ല, വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അടുത്തേ പോണുള്ളൂ. ഇവിടെ ഒരാളെ നിങ്ങള് ഞാൻ 250 എഴുതിക്കോളേ. നിങ്ങൾ അങ്ങനെ പറയില്ലേ ആചാരെ, നിങ്ങളെ എന്തേ കിട്ടി വെച്ചിട്ടാ വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ എടുത്തരാം. പക്ഷെ തരുന്നതിന്റെ ഫോട്ടോ ഞാൻ. അതെ, ഞാൻ എന്റെ ഫോണില് അടുത്ത് പൈസ തരുന്ന ഫോട്ടോ എടുക്കും. അല്ലെങ്കിലേ പെട്ട് പറച്ചില്ല. മുസ്തഫാജി ആർക്കൊന്നും കൊടുക്കൂലാന്ന് പിസ്കനാണ്. അങ്ങനെ പറച്ചിലുണ്ട്. അതത് മാറ്റണം. ഞാൻ എന്റെ എല്ലാ ഗ്രൂപ്പിലും അതാണ്ടിടും. ശരി, അനക്കിപ്പോ എത്ര കുട്ടികള്? എനിക്കിപ്പോ 4 പെൺകുട്ടികളാ ആചാരെ. രണ്ടാമത്തോളം കല്യാണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആചാരെ. മൻസൂറേ, മൻസൂർ, ആ വലുപ്പൊന്നൊരു 5000 രൂപ കവറിലിട്ട് കൊണ്ടുവന്ന. ഇതൊന്നൊരു ഫോട്ടോ എടുത്താ ഇങ്ങോട്ടേക്ക് മങ്ങമ്മതെ. വലത്തെ കൈ കൊണ്ട് കൊടുക്കണ ഇടത്തെ കൈ ആരൊക്കെന്നല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. ഫോട്ടോ എടുത്തുവിടാണ്ട് അടുക്ക്. ഞാൻ എന്റെ വാച്ച് എടുത്താട്ടെ. അതെ, എന്റെ ഫോട്ടോ ഇവിടെ ഓന്റെ അടുത്തോണ്ട് കൊടുത്താളി. ഒരു ഫോട്ടോ എടുത്താ എന്റെ ഗ്രൂപ്പിലിടാലോ. എപ്പ തരാം. കല്യാണത്തിന് എല്ലാരും വരണം കേട്ടോ. എന്നാ കല്യാണത്തിന് വരണം. ആയിക്കോട്ടെ കേട്ടോ, എന്തായാലും എല്ലാരും കൂട്ടിയോളി. ഓയ് ഓയ്, എത്ര അവിടുന്ന് കിട്ടി? 5000 പെട്ടി. എന്നാ എന്തോ ഒരു കട്ടക്കാരൻ വരാണ്ടെന്നാല്. എന്താപ്പത് 5000 എന്ന് പറഞ്ഞിട്ട് 2 500 നോട്ടാണല്ലോ ഇപ്പൊ അയാള് വെച്ച്. പറ്റിച്ചതാണല്ലോ അയാള്.
ആ ഞാൻ ഫോട്ടോ വിട്ടോ ഞാൻ അത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് ഇജ്ജാണ്ട് എടുത്തേ നിക്കണ്ട വിട്ടുവിട് വേഗം. കുറച്ച് പണിയുണ്ട്. 4 മണിക്ക് നിക്കാൻ പോകുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പിലായിട്ട് പറക്കട്ടെ. ആപ്പേ എന്താടാ ഇത് മമ്മതും വിട്ടുന്നല്ലോ ആപ്പേ. പോകുമ്പോഴും മമ്മത് നിങ്ങൾക്കും പണിയൊന്നുണ്ടല്ലോ ആപ്പേ. എന്തു പണി? മമ്മത് ഇത് എല്ലാ ഗ്രൂപ്പും വിട്ടു. ഇനി ഒരു ഗ്രൂപ്പ് അറിയാല്ലേ ഇപ്പൊ. മുസ്തഫ ഹാജിയുടെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും കേട്ടറിഞ്ഞ ഇല്ലിത്തൊടി മമ്മദ് തന്റെ മകളുടെ വിവാഹത്തിന് മാറ്റിവെച്ച പൈസയിൽ നിന്ന് 10,000 രൂപ മുസ്തഫ ഹാജിക്ക് നൽകി മാതൃകയായി. പാപ്പേ നിങ്ങൾ നിക്കാനും പോണില്ലേ? നിക്കാൻ എന്താ പോകുന്നത്? ഈ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് എങ്ങനെ ഇറങ്ങാൻ നോക്കുകയാണ്?